1967 ലോകത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ദക്ഷിണാഫ്രിക്കയിലെ ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് അതിനിടയിലെ ഒരു നിമിഷത്തെക്കുറിച്ച് തൻ്റെ ആത്മകഥയായ വൺ ലൈഫിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. 25 വയസ്സുള്ള മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു സ്ത്രീയുടെ ഹൃദയം 53 വയസ്സുള്ള ലൂയിസിൻ്റെ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കണം. അതിനുവേണ്ടി ലൂയിസിൻ്റെ ഹൃദയം മുറിച്ചു മാറ്റി. അതിനുശേഷം ഹൃദയശൂന്യമായ ആ നെഞ്ചിലേക്ക് ബെർണാഡ് നോക്കി. അപ്പോൾ കണ്ട ശൂന്യത ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അതുവരെ ഇല്ലാത്ത ഒരു ചങ്കിടിപ്പ് നൽകി. ഒരുപക്ഷെ ജീവനുള്ള ഒരു മനുഷ്യനെ അത്രയും ഹൃദയശൂന്യനായി കണ്ട ആദ്യത്തെ ആൾ ഡോക്ടർ ബെർണാഡായിരിക്കണം. 36 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഇങ്ങനെയൊരു നിമിഷം സംഭവിക്കുന്നത്. 2003 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഹൃദയം സ്വീകരിക്കേണ്ട 34-കാരനായ കെ എബ്രാഹിമിനോട് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ശസ്ത്രക്രിയ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഡോക്ടർ ഹൃദയം തൊട്ട് എന്ന പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഡോക്ടറുടെ കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് എനിക്ക് ഡോക്ടറെ വിശ്വാസമാണ്, ഡോക്ടർക്ക് അതിന് കഴിയുമെന്ന് എബ്രാഹാം പറഞ്ഞ ആ നിമിഷം, ഭർത്താവിൻ്റെ ഹൃദയം നൽകാൻ ഭാര്യ സമ്മതം പറഞ്ഞ ആ നിമിഷം, തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലേക്ക് ഹൃദയം എയർലിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്ന ആ നിമിഷം, തുന്നിച്ചേർക്കാൻ തുടങ്ങി 1 മണിക്കൂറും 47 മിനിറ്റും കഴിഞ്ഞപ്പോൾ എബ്രാഹിമിൻ്റെ ശരീരത്തിലിരുന്ന് ഹൃദയം മിടിച്ചു തുടങ്ങിയ ആ നിമിഷം, ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ആ നിമിഷം. 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകളാണ് പോയ ആഴ്ചകളിൽ സംഭവിച്ചത്. ഐസക് ജോർജും ബിൽജിത്തും അവരുടെ തുടിക്കുന്ന ഹൃദയങ്ങളെ ഈ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം മറ്റു 2 ജീവനുകളുമായി അവരുടെ മിടിപ്പിനെ തുന്നിച്ചേർത്ത് വെച്ചത് ഈ വിരലുകളാണ്. ആരൊക്കെയോ പറഞ്ഞ ഒരു എസ്സിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും കേൾക്കുന്ന അവരുടെ മിടിപ്പുകൾ. ഹൃദയപൂർവ്വം ഡോക്ടറിന് നന്ദിയും സ്നേഹവും.